ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പാട്ടിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളൊരു 45 മിനിറ്റാണ് ഓരോ പാട്ടും നമ്മളിങ്ങനെ ഒരു ശാലുവാക്കി ഇങ്ങനെ പോവാണ്. കൂടുതൽ സമയമാകുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പല കുട്ടികളും പറഞ്ഞു. അപ്പോൾ ഒരു 45 മിനിറ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകും. ചിലപ്പോൾ ചില പാട്ടുകൾ നേരെ കണ്ടിന്യൂഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് പാർട്ട് 3 എന്ന് പറഞ്ഞാൽ പാർട്ട് 2ൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ദെൻ ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് എന്ത് മോഡലാ? കോസ് എക്സ് മോഡലല്ലേ. എക്സിന് പകരം എന്ത് വന്നു? എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 വന്നു. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഔട്ടർ ഫംഗ്ഷൻ കോസ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്താണ്? മൈനസ് സൈൻ ഓഫ് എന്താ മക്കളെ? എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഇനി മക്കളെ എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഔട്ടുണ്ടോ? ഇല്ല. അപ്പം നോക്കിയേ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താടാ? 3x സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 3x സ്ക്വയർ എന്താ മക്കളെ? 6x അല്ലേ. ഔട്ടുണ്ടോ? പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ? 1. ഡെറിവേറ്റീവ് ഓഫ് 1 0. പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. ഡൗട്ടുണ്ടോ? പെർഫെക്റ്റ് അല്ലേ. അപ്പോൾ എക്സിന് പകരം എന്താ വന്നത് അവൻ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യുക. ഇതാണ് മക്കൾ ഒരു എക്സ്ട്രാ ക്വാണ്ടിറ്റി ഇല്ലേ. സംശയമില്ലല്ലോ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതൊരു പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി. സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി. ദെൻ എഫ് ഡാഷ് എക്സ് പറ. എഫ് ഡാഷ് എക്സ് സൈൻ എക്സ് മോഡലല്ലേ. എക്സിന് പകരം എ എക്സ് പ്ലസ് ബി. ഇവിടെ എയും ബിയും മക്കളെ കോൺസ്റ്റൻ്റ് ആട്ടോ. അപ്പോൾ ഔട്ടർ ഫംഗ്ഷൻ സൈൻ അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്താ മക്കളെ? കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി. അതേപോലെ ഇത് എക്സിന് പകരം വന്ന ക്വാണ്ടിറ്റി ആദ്യം അതേപോലെ ഇത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ, എന്നിട്ട് ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സിന് പകരം എ എക്സ് പ്ലസ് ബി അല്ലേ. അപ്പം എന്താ മക്കൾ പറ? കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എ അല്ലേടാ. ഡെറിവേറ്റീവ് ഓഫ് മക്കളെ എ ഒരു കോൺസ്റ്റൻ്റ്. അപ്പം എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എക്സാ വരിക. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 അല്ലേ. എ ഇൻറ്റു 1 എ വരും. ബാക്കി എന്താ പിന്നെ? ഡെറിവേറ്റീവ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി ഒരു കോൺസ്റ്റൻ്റാ. അപ്പോൾ എന്താ ഉണ്ടാവുക? 0. ഡെറിവേറ്റീവ് ഓഫ് ബി 0. അപ്പോൾ എന്താണ്? എ ഇൻറ്റു കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി. ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് റൂട്ട് എക്സ്. കോസ് ഓഫ് റൂട്ട് എക്സ് പറ. എഫ് ഡാഷ് എക്സ്. കോസ് എക്സാ വേണ്ടിയിരുന്ന, എക്സിന് പകരം റൂട്ട് എക്സ് അല്ലേ. ഫംഗ്ഷൻ കോസ് അല്ലേടാ. അപ്പോൾ എക്സിന് പകരം റൂട്ട് എക്സ് ആയി ആ മാറ്റുള്ളൂ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്താ? മൈനസ് സൈൻ ഓഫ് വന്ന ക്വാണ്ടിറ്റി ആദ്യം ഫംഗ്ഷൻ്റെ ഉള്ളിൽ അതേപോലെ എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സിന് പകരം റൂട്ട് എക്സ് അല്ലേ വന്നത്. അപ്പോൾ അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ഓക്കെ ആണോ? അപ്പോൾ എന്താ മക്കൾ പറ? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? 1/2 റൂട്ട് എക്സ് അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ്. എഫ് ഡാഷ് എക്സ് പറ. ഇതെന്ത് മോഡലാണ്? ഇത് റൂട്ട് എക്സ് മോഡലല്ലേ. ഇത് റൂട്ട് എക്സ്. റൂട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ഫംഗ്ഷൻ റൂട്ടാണ്. റൂട്ടിൻ്റെ ഉള്ളിൽ എക്സിന് പകരം ടാൻ എക്സ് വന്നു. അപ്പോൾ ഇത് റൂട്ട് എക്സ് മോഡലാണ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താടാ? 1/2 റൂട്ട് എക്സ് അല്ലേ. ഓക്കെ ആണോ? അപ്പോൾ റൂട്ട് എക്സ് മോഡലാണ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് ടാൻ എക്സ് മക്കൾ പറഞ്ഞേ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു
ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് റൂട്ട് എക്സ് മോഡലാണ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് പറ 1/2 റൂട്ട് ഓഫ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മക്കളെ എക്സിന് പകരം ടാൻ എക്സ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ടാൻ എക്സ് തന്നെ എഴുതി, എന്നിട്ട് ഇൻറ്റു ന്യൂമറേറ്ററിലാട്ടോ, ഡിനോമിനേറ്ററിലല്ല, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സിന് പകരം മക്കളെ ടാൻ എക്സ് അല്ലേ വന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു പറ 1/2 റൂട്ട് ഓഫ് ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താ മക്കളെ സീക്ക് സ്ക്വയർ എക്സ് അല്ലേ. ഓക്കെ ആണോ? സംശയമില്ലല്ലോ? ഇല്ല. രണ്ടാമത്തെ പ്രോബ്ലം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് സീക്ക് എക്സ് അല്ലേ. റൂട്ടാണ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ്റെ ഉള്ളിൽ റൂട്ട് എക്സിന് പകരം റൂട്ട് സീക്ക് എക്സ് ആയി. അപ്പോൾ മക്കൾ പറ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് സീക്ക് എക്സ് പറ 1/2 റൂട്ട് ഓഫ് സീക്ക് എക്സ് ഇൻറ്റു എക്സിന് പകരം സീക്ക് എക്സ്, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ്. ഡൗട്ടില്ലല്ലോ? അപ്പോൾ നോക്കിയേ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് സീക്ക് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്താടാ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് അല്ലേ. എളുപ്പമല്ലേടാ? ഓക്കെ, ഡൗട്ടില്ലല്ലോ? നെക്സ്റ്റ് പ്രോബ്ലം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് റൂട്ട് എക്സ്. റൂട്ടിൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്ത് വന്നു? റൂട്ട് എക്സ് വന്നു അല്ലേ. അപ്പോൾ ഇത് എന്ത് മോഡലാണ് മക്കളെ? റൂട്ട് എക്സ് മോഡലല്ലേ. റൂട്ട് എക്സ് മോഡലാണ്, എക്സിന് പകരം റൂട്ട് എക്സ് വന്നു. ആ ഒരു മാറ്റമല്ലേ ഉള്ളൂ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് മക്കൾ പറഞ്ഞ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താ 1/2 റൂട്ട് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം മക്കളെ റൂട്ട് എക്സ് ആണ്. അത് ആദ്യം റൂട്ടിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി, എന്നിട്ട് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സിന് പകരം റൂട്ട് എക്സ് ആണ് വന്നത്. അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ആർക്കും പ്രശ്നമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നോക്കിയേ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താടാ 1/2 റൂട്ട് എക്സ്. ഡൗട്ട് ഉണ്ടോ? ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അങ്ങനെ എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ ഈ പ്രോബ്ലങ്ങൾ ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. ഇതെന്ത് മോഡലാ? ലോഗ് എക്സ് മോഡലല്ലേ. ലോഗാണ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം സൈൻ എക്സ് വന്നു. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് സൈൻ എക്സ് എന്താ? ലോഗ് ഓഫ് സൈൻ എക്സ് പറഞ്ഞാൽ 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ആവൂലേ. സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായി മക്കൾ പറഞ്ഞേ? അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് സൈൻ എക്സ് ആണ്. അത് ലോഗ് എക്സ് മോഡലാണ്. ഡെറിവേറ്റീവ് ലോഗ് എക്സ് 1/x ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ലോഗ് ഓഫ് സൈൻ എക്സ് എന്താ 1/sin x വരും. ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത്? സൈൻ എക്സ് അല്ലേ. അപ്പോൾ എക്സിന് പകരം എന്താണോ വന്നത് അവന് ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. സംശയം ഉണ്ടോ? അപ്പോൾ എന്താ മക്കൾ പറഞ്ഞേ? 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ മക്കളെ കോസ് എക്സ് അല്ലേ. അപ്പോൾ എന്താ ഉണ്ടാവുക? 1 ഇൻറ്റു കോസ് എക്സ് ഡിവൈഡ് ബൈ എന്താ മക്കളെ? താഴെ സൈൻ എക്സാ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് അല്ലേ. സംശയം ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് ആണ് ഇതേ മോഡൽ. ഞാൻ മാക്സിമം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു log of e raised to x. Okay, പറ എഫ് ഡാഷ് എക്സ് ലോഗ് എക്സ് മോഡൽ അല്ലേ. ഡെറിവേറ്റീവ് ലോഗ് എക്സ് പറഞ്ഞാൽ 1/x ആണ്. 1/xന് പകരം എന്താ? ഇ റേസ് ടു എക്സ് താഴെ എഴുതി. ഇൻറ്റു എക്സിന് പകരം എന്താണ് വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. സംശയം ഉണ്ടോ? അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്നല്ലേ. അപ്പോൾ 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്താ? ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ്. പരസ്പരം കട്ടായ മക്കളെ 1 ആൻസർ കിട്ടൂലേ. ഡൗട്ട് ഉണ്ടോ?
ഇല്ല. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു സൈൻ എക്സ്. ഇതെന്ത് മോഡലാ? ഇ റേസ് ടു എക്സ് മോഡലല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ മക്കളെ? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഗിവൺ ഫംഗ്ഷൻ ഇ റേസ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് മോഡലാണ്? ഇ റേസ് ടു എക്സ് മോഡലാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ നോക്കിയേ, എഫ് ഓഫ് എക്സ് ഇ റേസ് ടു സൈൻ എക്സ് കിട്ടി. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് മോഡലാണ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സൈൻ എക്സ് ഇൻറ്റു എക്സിന് പകരം സൈൻ എക്സ് അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തായി മക്കൾ പറ? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു നോക്കിയേ ഇ റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ മക്കളെ? കോസ് എക്സ് അല്ലേ? ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അവിടെ ഓവർ ഫാസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഈ ഒരു സെക്ഷനൊക്കെ നമ്മൾ നിങ്ങളുടെ മുഖം കണ്ടിങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട സെക്ഷൻസ് ആവാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വഴി ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു റൂട്ട് എക്സ്. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? ഇ റേസ് ടു എക്സ് മോഡൽ അല്ലേ? എക്സിന് പകരം റൂട്ട് എക്സ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ? ഏത് മോഡലാണ് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. ഇ റേസ് ടു എക്സ് മോഡലാ, ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് തന്നെ. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് എന്താ? അതേ മോഡൽ ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു എക്സിന് പകരം റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് മക്കളെ 1/2 റൂട്ട് എക്സ് അല്ലേ? സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി മക്കളെ നെക്സ്റ്റ് പ്രോബ്ലം മാക്സിമം പ്രോബ്ലം ചെയ്ത് പോവാട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നോക്കിയേ ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സ് എക്സിന് പകരം എന്ത് വന്നു? ഇ റേസ് ടു എക്സ് വന്നു. അപ്പോൾ പറ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്ത് മോഡലാ? ഇ റേസ് ടു എക്സ് മോഡലല്ലേ? ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് എന്താ? ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സിന് പകരം ഇ റേസ് ടു എക്സ് അല്ല, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. സംശയമില്ലല്ലോ. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു നോക്കിയേ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് മക്കളെ വീണ്ടും ഇ റേസ് ടു എക്സ് എന്നല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ, നമ്മൾ ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇതൊക്കെ നോക്കിയേ ഫംഗ്ഷനാണ്. എക്സ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും വന്ന് ക്വാണ്ടിറ്റി ഇതുവരെയുള്ള ടൈപ്പ് ചെയ്തത്. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന നോക്കിയേ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. സൈൻ ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് തന്നെ. പക്ഷെ ഇവിടെ ഒരു മാറ്റമുണ്ട്. സൈൻ്റെ ഉള്ളിൽ എക്സിന് പകരം കോസ് ഓഫ് എക്സ് സ്ക്വയർ വന്നു. ഓക്കെ, ഇനി നോക്കി കോസാണ്. കോസിൻ്റെ ഉള്ളിൽ എക്സിന് പകരം വീണ്ടും എക്സ് സ്ക്വയർ വന്നു. അപ്പോൾ ഫംഗ്ഷൻ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇവിടെ നോക്കിയേ ഇ റേസ് ടു റൂട്ട് എക്സ് എക്സിന് പകരം റൂട്ട് എക്സ്, അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറൊരു ക്വാണ്ടിറ്റി. ഇവിടെ സൈൻ ഒരു ഫംഗ്ഷൻ, അപ്പോൾ സൈൻ്റെ ഉള്ളിൽ എക്സാ സാധാരണ പറയല്, പക്ഷെ എക്സിന് പകരം എന്താ? കോസ് ഓഫ് എക്സ് സ്ക്വയറാ. ഇനി നോക്കിയേ, ഇനി ഇവനെ കൺസിഡർ ചെയ്യും. നോക്കിയേ കോസ് ഓഫ് എക്സ് സ്ക്വയർ, കോസ് ഓഫ് എക്സാ വേണ്ടിയിരുന്ന എക്സിന് പകരം എന്താണ്? വീണ്ടും എക്സ് സ്ക്വയർ. അപ്പോൾ ഫംഗ്ഷൻ അല്ലേ? ഓക്കെ, ഒന്നുമില്ല, ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്താണോ വരുന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ സൈൻ ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ ഇത് എന്ത് മോഡലാ? സൈൻ ഓഫ് എക്സ് മോഡലല്ലേ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ മക്കളെ? കോസ് എക്സ് അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചേട്ടോ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്താ മക്കളെ? കോസാണ്. അപ്പോൾ കോസ് ഓഫ് എന്താടാ? ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്ന ക്വാണ്ടിറ്റി, എക്സിന് പകരം വന്ന ക്വാണ്ടിറ്റി ആദ്യം അതേപോലെ എഴുതി.
അപ്പോൾ കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ്റെ ഉള്ളിൽ എന്താ വന്നത് എക്സിന് പകരം കോസ് ഓഫ് എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ്റെ ഉള്ളിൽ വന്ന ക്വാണ്ടിറ്റിയിൽ ഡെറിവേറ്റീവ്, എക്സിന് പകരം വന്ന ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ്, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. ആർക്കും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ പറ. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു, മക്കളെ ഇത് വീണ്ടും ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആയില്ലേ? പ്രോബ്ലം ഫംഗ്ഷനോ ഫംഗ്ഷനാ. അപ്പോൾ ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് സൈന് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിന് പകരം കോസ് ഓഫ് എക്സ് സ്ക്വയറാണ് വന്നത്. ഈ കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം നോക്കിയ മക്കൾ പറ, ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ, ഇത് കോസ് എക്സ് മോഡലാ, ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്താ മക്കളെ? മൈനസ് സൈൻ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഔട്ടർ ഫംഗ്ഷൻ കോസ് ആണ്. അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു, ഇവിടെ എക്സിന് പകരം എന്താ മക്കളെ വന്നത്? കോസിൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്താ വന്നത്? എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ഡൗട്ട് ഉണ്ടോ? പെർഫെക്റ്റ് അല്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ എന്താ മക്കൾ പറ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു നോക്കിയേ മൈനസ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ മക്കളെ? 2x അല്ലേ? സംശയം ഉണ്ടോ? എക്സ് വരുന്നത് വരെയാണ് എന്ത് ചെയ്തു? ഡിഫറൻഷ്യേറ്റ് ചെയ്തു. പെർഫെക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനിയും പ്രോബ്ലം ചെയ്തുതരാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്, സീക്കാണ് ഔട്ടർ ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ എക്സിന് പകരം ടാൻ ഓഫ് റൂട്ട് എക്സ് ആണ്. പിന്നെ ടാൻ എക്സാണ് വേണ്ടിയിരുന്നത്, അവിടെ എക്സിന് പകരം റൂട്ട് എക്സ് വന്നു അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ അല്ലേ? ഈ മേലെ പറഞ്ഞതുപോലെ കോൺസെപ്റ്റ് എന്താ? ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്താ വന്നത്? അവന് ഡെറിവേറ്റീവ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാ. പറ, ഔട്ടർ ഫംഗ്ഷൻ സീക്ക് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്താ? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് അല്ലേ? അതേപോലെ മക്കൾ പറ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഔട്ടർ ഫംഗ്ഷൻ സീക്കാണ്. അപ്പോൾ ഡെറിവേറ്റീവ് സീക്ക് എന്താ മക്കളെ? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. അപ്പോൾ സീക്ക് ഓഫ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മക്കളെ എക്സിന് പകരം ടാൻ ഓഫ് റൂട്ട് എക്സ് അല്ല, ആദ്യം അതേപോലെ ഇത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പോൾ ടാൻ ഓഫ് എക്സിന് പകരം എന്താണ്? ടാൻ ഓഫ് റൂട്ട് എക്സ്. സംശയം ഉണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു ഔട്ടർ ഫംഗ്ഷന്. ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത് മക്കളെ? എക്സിന് പകരം ടാൻ ഓഫ് റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ നോക്കിയേ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ ടാൻ എക്സ് എക്സിന് പകരം റൂട്ട് എക്സ് ആയി. അപ്പോൾ വീണ്ടും മക്കളെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആയില്ലേ? സംശയം ഉണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എന്താ? സീക്ക് സ്ക്വയർ അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എന്താണ്? ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആ. അപ്പോൾ ടാൻ ഓഫ് റൂട്ട് എക്സോ? സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു എക്സിന് പകരം റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്താ മക്കൾ പറ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താ? 1/2 റൂട്ട് എക്സ്. സംശയം ഉണ്ടോ? പെർഫെക്റ്റ് അല്ലേ? ഇതാണ് മക്കളെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ വരികയാണെങ്കിൽ. ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം കേട്ടോ. മാക്സിമം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആവാനാണ്. ഇത് പെർഫെക്റ്റ് ആയാൽ ബാക്കി നമുക്ക് പെട്ടെന്ന് സ്പീഡ് പറയാൻ കഴിയും കേട്ടോ.
ഞാൻ വളരെ ടൈം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ എഫ് ഡാഷ് എക്സ്. റൂട്ട് എക്സ് മോഡൽ അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താ 1/2 റൂട്ട് എക്സ് അല്ലേ. അപ്പോൾ പറ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് എന്താ മക്കളെ സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിന് പകരം സൈൻ ഓഫ് എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ ഇൻറ്റു ന്യൂമറേറ്ററിൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ അല്ലേ. ഇത് മക്കളെ വീണ്ടും കോമ്പോസിറ്റ് അല്ലേ, എക്സിന് പകരം സൈൻ്റെ ഉള്ളിൽ എക്സിന് പകരം എക്സ് സ്ക്വയർ വന്നില്ലേ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പറ എന്താ മക്കളെ കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിന് പകരം എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ ഇൻറ്റു എക്സിന് പകരം എന്താ വന്നത് എക്സ് സ്ക്വയർ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. സംശയമില്ലല്ലോ? ഇല്ല. അപ്പോൾ നോക്കിയേ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു നോക്കിയേ കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ മക്കളെ 2x അല്ലേ. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നോട്ടെ 2 × 2 കട്ട് ചെയ്യാം. അപ്പോൾ എന്തായി മക്കൾ പറയാം എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു നോക്കി എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ എന്താ മക്കളെ റൂട്ട് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സംശയം ഉണ്ടോ? അപ്പോൾ മക്കളെ ഫംഗ്ഷൻ അല്ലേ, കാര്യങ്ങൾ പക്കയല്ലേ, ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഓക്കെ, എന്നാൽ ഒരു പ്രോബ്ലം കൂടി ചെയ്തുതരാം. ഇതേ ടൈപ്പ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ്. ഓക്കെ, പറ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് മോഡലാ? റൂട്ട് എക്സ് മോഡലല്ലേ. അപ്പോൾ 1/2 റൂട്ട് ഓഫ് എന്താ മക്കളെ ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു എക്സിന് പകരം ഇ റൈസ് ടു റൂട്ട് എക്സ് അല്ല, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ്. ഇനി കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ്. ഇത് എന്ത് മോഡലാ? ഇ റൈസ് ടു എക്സ് മോഡലല്ലേ. ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് എന്നല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സോ പറ ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു എക്സിന് പകരം റൂട്ട് എക്സ് വന്നില്ലേ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. കാരണം എക്സിന് പകരം റൂട്ട് എക്സ് വന്നു, എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി കൺഫ്യൂഷൻ? അപ്പോൾ ഇത് മക്കളെ എന്താ ഫംഗ്ഷൻ ആണ്. അപ്പോൾ പറഞ്ഞേ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു പറ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഓക്കെ ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താ 1/2 റൂട്ട് എക്സ്. ഡൗട്ടില്ലല്ലോ? പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് മക്കളെ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. മാക്സിമം ഇതൊക്കെ എക്സാമിന് ചോദിക്കുള്ളൂ കേട്ടോ. ഞാൻ ഒരു പ്രോബ്ലം കൂടെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് ഫംഗ്ഷൻ 4 വരുന്നത് കേട്ടോ. മാക്സിമം 3 ചോദിക്കുള്ളൂ എക്സാമിന്, മാക്സിമം ടഫ് ആവുകയാണെങ്കിൽ. നോക്കിയല്ലേ, ഇനി ഈ ടൈപ്പ് ഏത് കിട്ടിയാലും ചെയ്യൂലേ? ഓക്കെ, ഏത് കിട്ടിയാലും ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം ആലോചിക്കുക, ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്താ വന്നത് അവൻ ഡെറിവേറ്റീവ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. ആദ്യം ഔട്ടർ ഫംഗ്ഷൻ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പാറ്റേണിൽ അങ്ങനെ പോയി ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് കോസ് ഓഫ് ടാൻ ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ്. ടാൻ ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങളത് ചെയ്യട്ടോ. വീഡിയോ സ്റ്റോപ്പ് ആക്കിയാണ്ട് നിങ്ങൾ ട്രൈ ചെയ്യട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എനിക്ക് കിട്ടുന്നതുമായിട്ട് കമ്പയർ ചെയ്യട്ടോ. ഓക്കെ,
ഓക്കെ, ഫങ്ഷൻ അല്ലേ അല്ലേ? ഒന്നുമില്ല, പറ, നിങ്ങൾ തന്നെ പറ. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് മോഡലാ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് അല്ലേ? അപ്പോൾ നോക്കിയേ, കോസ് ഓഫ് ഡെറിവേറ്റീവ് സൈൻ കോസ് അല്ലേ, കോസ് ഓഫ് പറ, കോസ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. ഓക്കെ, ഇൻറ്റു എക്സിന് പകരം ഇവൻ അല്ലേ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താടാ, കോസ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. സംശയം ഉണ്ടോ? ഇല്ല. ഇനി പറ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. ഓക്കെ, കോസ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. ഓക്കെ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് അല്ലേ? ഇവിടെ ഔട്ടർ ഫംഗ്ഷൻ കോസ് അല്ലേ എടാ, അപ്പോൾ കോസ് എക്സ് മോഡലാ. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് കോസ് എന്താണ്, മൈനസ് സൈൻ ഓഫ് എന്താ മക്കളെ, ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. സംശയം ഉണ്ടോ? ഇൻറ്റു എക്സിന് പകരം ഇവൻ അല്ലേ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താടാ, ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. എനി കൺഫ്യൂഷൻ? ഇല്ല, ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു നോക്കിയേ, കോസ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. ഓക്കെ, ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു മൈനസ് സൈൻ ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് അല്ലേ? ടാൻ എക്സ് മോഡൽ അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താ, സീക്ക് സ്ക്വയർ എക്സാ. അപ്പോൾ ഔട്ടർ ഫംഗ്ഷൻ ടാൻ ആട്ടോ, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എന്താണ്, സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ടാൻ്റെ ഉള്ളിൽ എക്സിന് പകരം ഇ റേസ് ടു റൂട്ട് എക്സ് അല്ലേ? അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ മക്കൾ പറഞ്ഞേ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു നോക്കിയേ, കോസ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു മൈനസ് സൈൻ ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ, ഇതേപോലെ ചെയ്തിട്ടോ, സീക്ക് സ്ക്വയർ ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് എന്താ, ഇത് ഇ റേസ് ടു എക്സ് മോഡൽ അല്ലേ, എക്സിന് പകരം റൂട്ട് എക്സ് ആയി. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ, ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സോ, ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു എക്സിന് പകരം റൂട്ട് എക്സ് അല്ലേ, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് വേണ്ടേ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തായി മക്കൾ പറ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു, എടാ പറയുന്നതൊക്കെ ഓക്കെ അല്ലേ? ഇതൊന്നും ഒരിക്കലും ഇങ്ങനെ എക്സാമിന് ചോദിക്കില്ല കേട്ടോ, ഞാൻ കോൺസെപ്റ്റ് അങ്ങോട്ട് പക്കയാൻ വേണ്ടി ചെയ്താണ്. ഇനി ഈ ടൈപ്പ് ഏത് കിട്ടിയാലും ചെയ്യാൻ പറ്റണം, ഏതും ചെയ്യാൻ പറ്റണം. ഫംഗ്ഷൻ ഓഫ് എത്ര 10 100 എന്തുണ്ടായിക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ ഞാൻ ടോപ്പിൽ നിന്ന് ബോട്ടം വരെ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി മാക്സിമം നിങ്ങൾ വെറുതെ ഒരു ഫംഗ്ഷൻ അങ്ങോട്ട് ഉണ്ടാക്കുക, ഫംഗ്ഷൻ ഓഫ് 6 ഉണ്ടാക്കിക്കൊണ്ടി. ഇപ്പോൾ ഈ ഓൺലൈൻ ആകുമ്പോൾ എനിക്ക് പരിമിതി ഉണ്ട്, അങ്ങനെ ഒരുപാടൊക്കെ തരാൻ. ഫിസിക്കലാകുമ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഒരുപാട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അല്ലേ, ഡൗട്ടൊന്നും ഇല്ലല്ലോ? അപ്പോൾ എന്താ മക്കൾ പറ, ലാസ്റ്റ് പറ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ്. ഓക്കെ ഇൻറ്റു മൈനസ് സൈൻ ഓഫ് ടാൻ ഓഫ് ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ ഇ റേസ് ടു റൂട്ട് എക്സ്, സീക്ക് സ്ക്വയർ ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഇ റേസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താടാ, 1/2 റൂട്ട് എക്സ്. ഓക്കെ, പെർഫെക്റ്റ്, ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടല്ലേ. ഇനി എത്ര എണ്ണം ഉണ്ടെങ്കിലും ഫംഗ്ഷനോ എത്ര എണ്ണം 5 എണ്ണോ 6 എണ്ണോ 8 എണ്ണോ 10 എണ്ണോ 100 എണ്ണം എന്തുണ്ടായിക്കോട്ടെ, നമ്മൾ പഠിച്ച കാര്യം എന്താ, ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം എന്താ വരുന്നത് അങ്ങനെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അവന്ന ക്വാണ്ടിറ്റി ലാസ്റ്റ് എക്സ് എത്തോളം വരെയാണ് ചെയ്യുക. ഓക്കെ, പക്കയല്ലേ, ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫങ്ഷൻസ് A to Z വരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. A to Z വരെ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം പ്രോബ്ലം നിങ്ങൾ തന്നെ ട്രൈ ചെയ്യട്ടോ. അതിൽ മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കി ചെയ്തുകൊണ്ട് നമ്മൾ പറയാൻ പോകുന്ന ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എന്താ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം അറിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് ഒരു എക്സാമ്പിൾ പറയാം. നോക്കി, y is equal to x² + 3x എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിൽ ആണ് y, റൈറ്റിൽ y ഇല്ലല്ലോ. നമുക്ക് വൈനെ ഈക്വൽ ടുവിൻ്റെ ഒരു ഭാഗത്തേക്ക് ടോട്ടലി മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് y ഉണ്ടാകാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഇതൊരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനാണ്, ഇംപ്ലിസിറ്റ് അല്ല. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനിൽ വൈനെ ടോട്ടലി ഒരു ഭാഗത്തേക്കാക്കി മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു ഭാഗത്തേക്കാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് മാത്രമേ വൈ പാടുള്ളൂ കേട്ടോ, അപ്പുറത്തുണ്ടാവാൻ പാടില്ല. അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ആ ടൈപ്പ് ഫംഗ്ഷനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, x² y² + x³ y + sin x = 0. ഓക്കെ, ഈ രണ്ട് ടേമിലും എന്ത് കോമൺ ആടാ? y കോമൺ അല്ലേ. അപ്പോൾ y ഇൻറ്റു ബാക്കി എന്താ മക്കൾ പറയാം, x² പ്ലസ് പിന്നെന്താ ഉണ്ടാവുക y + sin x = 0. ഈ പ്ലസ് sin x = ൻ്റെ റൈറ്റിലേക്ക് പോയാൽ മൈനസ് sin x ആവൂലേ. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, y ഇൻറ്റു x² + y = -sin x അല്ലേ. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ y = എന്താ മക്കളെ, -sin x all divided by x² + y അല്ലേ. അതായത് y = എന്ന് പറഞ്ഞ് എഴുതിയാൽ നോക്കി, ഈക്വൽ ടുവിൻ്റെ റൈറ്റിലും y ഉണ്ട്, ലെഫ്റ്റിലും y ഉണ്ട്, റൈറ്റിലും y ഉണ്ട്. നമ്മൾ എങ്ങനെ റിസ്ക് എടുത്ത് എങ്ങനെ നമ്മൾ സ്പ്ലിറ്റാക്കി എഴുതിയാലും ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും y ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഫംഗ്ഷനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഒരിക്കലും നമുക്ക് ടോട്ടലി വൈനെ ഒരു ഭാഗത്തേക്കാക്കി, വൈനെ മാത്രം ഒരു ഭാഗത്തേക്കാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഒരു ഭാഗത്തേക്കാക്കി ടോട്ടലി ഒരു ഭാഗത്ത് മാത്രം, അപ്പുറത്തെ വൈ ടൈം ഉണ്ടാവാൻ പാടില്ല. ഇതാ നമുക്ക് ഒരിക്കലും പറ്റൂല. അപ്പോൾ ഈ ടൈപ്പ് ഫംഗ്ഷൻ എന്തല്ല, എക്സ്പ്ലിസിറ്റ് അല്ല. എന്ത് ഫംഗ്ഷനാണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താ മനസ്സിലായി. ഇനി നമ്മൾ ഇതിൽ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒരു കോൺസെപ്റ്റും കൂടെ അറിയണം കേട്ടോ. നമ്മൾ ഇതുവരെ +1 പിന്നെ +2 ഈ സെക്ഷൻ വരെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് മാത്രമേ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, എക്സാമ്പിൾ ശ്രദ്ധിച്ചാട്ടോ. d/dx ഓഫ് എക്സ് എന്താ? d/dx ഓഫ് എക്സ് ഇതെങ്ങനെ വായിക്കുക? ഡെറിവേറ്റീവ് ഓഫ് d/dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ മക്കളെ? 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ് എക്സ് 1 അല്ലേ. അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോഴാട്ടോ 1. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകം പറയില്ല. നമ്മൾ സിംപിളി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിക്കാരം. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എക്സ് 1, ആ ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 അങ്ങനെ പറയാൻ കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകം അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നും പറയില്ല. വിത്ത് റെസ്പെക്ട് ടു വൈയോ സെഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1. അങ്ങനെയെങ്കിൽ മക്കളെ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ, d/dy ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുക ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? 1 ആണ്. സംശയം ഉണ്ടോ? ഇനി d/dz ഓഫ് z എന്ന് പറഞ്ഞാൽ d/dz ഓഫ് z പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു z എന്താ മക്കളെ? 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു y 1, ഡെറിവേറ്റീവ് ഓഫ് w വിത്ത് റെസ്പെക്ട് ടു w എന്താണ്? 1 ആണ്. അപ്പോൾ ആ ഒരു കാര്യം മക്കൾക്ക് മനസ്സിലായി. ഓക്കെ,
ഇനി നോക്കിയേ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ മക്കളെ 2x അല്ലേ, അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവുമ്പോഴാട്ടോ. അങ്ങനെയെങ്കിൽ ഡി ബൈ ഡി വൈ ഓഫ് വൈ സ്ക്വയർ എന്താ, ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ മക്കളെ 2y. ഇവിടെ എക്സിന് പകരം വൈ ആ മാത്രമേ ഉള്ളൂ, ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. സംശയം ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ മക്കളെ ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് സ്ക്വയർ എന്താ, ഡെറിവേറ്റീവ് ഓഫ് സെഡ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്താ മക്കളെ 2z അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x, ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ 2y, ഡെറിവേറ്റീവ് ഓഫ് സെഡ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്താണ് 2z. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേട്ടോ. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ, ഓക്കെ ഇതെന്താടാ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ, ആദ്യമായിട്ട് കേൾക്കല്ലേ. ഡെറിവേറ്റീവ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ 1, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡി ബൈ ഡി വൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞ മക്കളെ എന്താ അറിയാമോ, ഡി എക്സ് ബൈ ഡി വൈ ഇങ്ങനെ പറയാട്ടോ. ഇനി നോക്കിയേ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഇതെന്താ, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് നോക്കിയേ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ വായിക്കുക ഇങ്ങനെയാണ്, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ ഡി വൈ ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ 1, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ 1, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി വൈ ആണ്, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ ഡെറിവേറ്റീവ് ഓഫ് സെഡ് നോക്കിയേ വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ മക്കളെ ഡി സെഡ് ബൈ ഡി എക്സ്. സംശയം ഉണ്ടോ? ഇല്ല. ഒന്നും കൂടെ, അങ്ങനെയെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ എന്താ, നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ 2y അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ, ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ മക്കളെ 2y ഇൻറ്റു എന്തും പാടുണ്ടാവും മക്കളെ, ഒരു ഡി വൈ ബൈ ഡി എക്സും പാടുണ്ടാവും. നോക്കിയേ എക്സിന് പകരം ശ്രദ്ധിച്ചോട്ടോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ 2y ആണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ എന്താ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ 2y അല്ലേ, അതേപോലെ ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ എന്താ മക്കളെ 2y ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ ഡി വൈ ബൈ ഡി എക്സും കൂടെ ഉണ്ടാവും. സംശയം ഉണ്ടോ? ഇത് വേണമെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞുതരാൻ പറ്റും. എങ്ങനെ നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ കാണണം, ഒരു എക്സ്ട്രാ നോക്കിയേ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. എക്സിന് പകരം വൈ വരികയാണെങ്കിൽ ഒരു എക്സ്ട്രാ എന്തുണ്ടാവും, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാവും. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഒന്നുകൂടെ പറയാം, ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ 2y ഇൻറ്റു ഒരു എക്സ്ട്രാ എന്തുണ്ടാവും, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാവും. അത് ഞാൻ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കിയേ ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, ഇത് എന്ത് മോഡലാ, എക്സ് സ്ക്വയർ മോഡലല്ലേ. എക്സിന് പകരം വൈ ആയി. ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ എന്താ, ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x അല്ലേ, അപ്പോൾ ഡെറിവേറ്റീവ് വൈ സ്ക്വയറോ 2y ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്നത് വൈ അല്ലേ, അപ്പോൾ എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. എക്സിന് പകരം വൈ ആ വന്നത്, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിന് പകരം എന്താ വന്നത് വൈ അല്ലേ, എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് കിട്ടും.
അപ്പോൾ എന്താ മക്കൾ പറഞ്ഞേ നോക്കി d/dx ഓഫ് y സ്ക്വയർ എന്ന് പറഞ്ഞ മക്കൾ എന്താടാ 2y ഇൻറ്റു dy/dx നോക്കിയേ 2y ഇൻറ്റു dy/dx. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവുമ്പോൾ y വരികയാണെങ്കിൽ ഒരു എക്സ്ട്രാ എന്തുണ്ടാവും dy/dx ഉണ്ടാവും എന്ന് മക്കൾ ആലോചിക്കുക. അപ്പം നോക്കിയേ ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് y⁴ എന്തായിരിക്കും പറഞ്ഞേ y⁴ ഇത് എന്ത് മോഡലാ x⁴ അല്ലേ, കാരണം വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ. വിത്ത് റെസ്പെക്ട് എക്സ് ആവുമ്പോൾ എക്സിന്റെ മാതിരിയാണ് ആലോചിക്കുക. ഇത് x⁴ മോഡലാ. ഡെറിവേറ്റീവ് ഓഫ് x⁴ എന്താ 4x³ അല്ലേ. അതേപോലെ ഡെറിവേറ്റീവ് y⁴ എന്താ 4y³ ഇൻറ്റു എക്സിന് പകരം y ആ. അപ്പോൾ എക്സിന് പകരം y വന്നു, അവൻ്റെ ഡെറിവേറ്റീവ് കാണണം എങ്ങനെ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു dy/dx ഉണ്ടാകും. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞാൽ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒന്നും കൂടെ കോൺസെപ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് sin y d/dx എക്സ് ആട്ടോ. d/dx ഓഫ് sin y എന്താ? ഡെറിവേറ്റീവ് ഓഫ് സൈന് കോസ് അല്ലേ. ഡെറിവേറ്റീവ് സൈൻ എന്താ മക്കളെ? കോസ് ആണ്. അപ്പോൾ sin y എന്താടാ കോസ് y ഇൻറ്റു എക്സിന് പകരം y അല്ലേ, എക്സിന് പകരം y ആ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ, എന്താ മക്കളെ dy/dx അല്ലേ. സംശയം ഉണ്ടോ? നോക്കിയേ ഡെറിവേറ്റീവ് ഓഫ് d/dy ഓഫ് sin y എന്താ? d/dx ഓഫ് sin y എന്ന് പറഞ്ഞാൽ cos y ഇൻറ്റു എന്തുണ്ട് ഒരു dy/dx ഉണ്ട്. d/dy ഓഫ് sin y ഡെറിവേറ്റീവ് ഓഫ് sin y വിത്ത് റെസ്പെക്ട് ടു y ആ. വേരിയബിൾ സെയിം അല്ലേ, എന്താ മക്കളെ cos y. ഡെറിവേറ്റീവ് ഓഫ് sin x cos x അല്ലേ, വിത്ത് റെസ്പെക്ട് എക്സ് ആവുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് sin y വിത്ത് റെസ്പെക്ട് ടു y എന്താ cos y. ഇവിടെ വേരിയബിൾ രണ്ടും y അല്ലേ. അപ്പോൾ ഒന്ന് y ഒന്ന് x ആകുമ്പോൾ എന്തുണ്ടാവും ഒരു എക്സ്ട്രാ dy/dx ഉണ്ടാവും എന്ന് ആലോചിക്കുക. പെർഫെക്റ്റ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പ്രോബ്ലം ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy/dx ഓഫ് ദി ഫോളോയിങ്. ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. ഫൈൻഡ് dy/dx ഓഫ് ദി ഫോളോയിങ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് y പ്ലസ് sin y ഇസ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിയത് ഇംപ്ലിസിറ്റ് ആണോ അല്ല എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ ഒറ്റ നോട്ടത്തിലേ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരാണ്ടേ, ചിലപ്പോൾ അങ്ങനെയും തരാം കേട്ടോ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് സിംപ്ലി മനസ്സിലാക്കുക. ഒരു മോസ്റ്റ് പ്രോബബിളി പ്രോബ്ലം y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരാണ്ട് dy/dx കാണാൻ പറഞ്ഞാൽ അത് ഉറപ്പാ മക്കളെ ഇംപ്ലിസിറ്റ് വഴി വെച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കും. എങ്ങനെ പറഞ്ഞത്? y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരാണ്ട് ഒരുപാട് y ഒക്കെ പ്രോബ്ലത്തിൽ ഇവിടെ y ഉണ്ട്, ഇവിടെ y ഉണ്ട്. ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ചിലപ്പോൾ 3 or 4 y ഒക്കെ ഉണ്ടാവും. അങ്ങനെ തന്നിട്ട് dy/dx കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഈ സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ dy/dx കാണണ്ടേ, നമ്മൾ ത്രൂ ഔട്ട് മക്കളെ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് dy/dx എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ dy/dx കിട്ടുമോ വെച്ചാൽ ഇവനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ y ആട്ടോ. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? അത് dy/dx അല്ലേ മക്കളെ. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് dy/dx പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് sin y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആട്ടോ. ഡെറിവേറ്റീവ് ഓഫ് sin y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? cos y ഇൻറ്റു എന്തുണ്ടാവും dy/dx ഉണ്ടാവൂലേ. സംശയം ഉണ്ടോ? എക്സിന് പകരം y വന്നാൽ ഇൻറ്റു ഒരു dy/dx എക്സ്ട്രാ ഉണ്ടാവും. ഡൗട്ടില്ലല്ലോ. ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മക്കൾ പറഞ്ഞേ മൈനസ് സൈൻ എക്സ് അല്ലേ. ഡൗട്ടില്ലല്ലോ. നമുക്ക് dy/dx കാണേണ്ടത് കേട്ടോ. ഈ രണ്ട് ടേമിലും എന്ത് കോമണാ? dy/dx കോമൺ അല്ലേ. അത് പുറത്തേക്ക് എടുത്താൽ dy/dx ഇൻറ്റു ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ 1 ഉണ്ടാവൂലേ. 1 പ്ലസ് ഇവിടെ എന്താ ഉണ്ടാവുക? cos y ഇസ് ഈക്വൽ ടു എന്താ? മൈനസ് സൈൻ എക്സ് അല്ലേ. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു പറ മൈനസ് സൈൻ എക്സ് ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് cos y.
dx കിട്ടിയില്ലേ മകളെ. y ആണെങ്കിൽ ഒരു എക്സ്ട്രാ എന്തുണ്ടാവും, dy/dx ഉണ്ടാവട്ടെ. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ dy/dx ഉണ്ടാവും. സംശയമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഓക്കെ ആയി. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം കേട്ടോ. xy പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ. നമുക്ക് എന്ത് കാണണം, സെയിം dy/dx കാണും. ഒന്നാമത്തെ പ്രോബ്ലം ഇത്, രണ്ടാമത്തെ പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലം എങ്ങനെയാണ്, xy പ്ലസ് നോക്കി xy പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് വൈ. എക്സ് ഇൻറ്റു വൈ മക്കളെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണ്ടേ, എക്സ് ഇൻറ്റു വൈ അല്ലേ. അപ്പം എന്താ മക്കൾ പറ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് dy/dx ആണ് കാണേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്, ഡൗട്ടില്ലല്ലോ. പ്ലസ് പറ സെക്കൻഡ് ഫംഗ്ഷൻ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ കാണാൻ പോകുന്നത്. ഡെറിവേറ്റീവ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 അല്ലേ. ഓക്കെ, അപ്പോൾ ഇവൻ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ എന്താ മക്കളെ, 2y ഇൻറ്റു dy/dx ഉണ്ടാവൂലേ. വൈ ആണെങ്കിൽ ഒരു എക്സ്ട്രാ dy/dx ഉണ്ടാവും. ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താ, സീക്ക് സ്ക്വയർ എക്സ് ആ. ഡെറിവേറ്റീവ് ഓഫ് വൈ എന്താ മക്കളെ, dy/dx അല്ലേ. സംശയമില്ലല്ലോ. നമുക്ക് dy/dx കാണണ്ട കേട്ടോ. അപ്പോൾ dy/dx ഇല്ല ടേമൊക്കെ ഒരു ഭാഗത്തേക്കാണ് കൊണ്ടുവരിക, dy/dx ഇല്ലാത്ത ടേം വേറെ ഭാഗത്തേക്കും കൊണ്ടുപോകുക. കാരണം നമുക്ക് dy/dx ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതുണ്ടേ. അങ്ങനെ എഴുതണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണ്ടേ, dy/dx ഇല്ല ടേം ഒരു ഭാഗത്തേക്കാക്കി മാറ്റുക, dy/dx ഇല്ലാത്ത ടേം ഈക്വൽ ടുവിൻ്റെ വേറെ ഭാഗത്തേക്കും ആക്കി മാറ്റുക. അപ്പോൾ നോക്കിയാൽ ഇവിടെ എക്സ് ഇൻറ്റു dy/dx എന്നാൽ എക്സ് ഇൻറ്റു dy/dx പ്ലസ് എന്താ മക്കളെ 2y ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്, സീക്ക് സ്ക്വയർ എക്സ് ഉണ്ട്, y ഇൻറ്റു 1 y ആ. ഇവിടെ dy/dx ഇല്ല. അപ്പോൾ ഈ പ്ലസ് വൈ അങ്ങോട്ട് പോയാൽ മൈനസ് വൈ ആവൂലേ. സംശയം ഉണ്ടോ? അതിന് മുന്നേ സോറി നോക്കി, എക്സ് ഇൻറ്റു dy/dx പ്ലസ് 2y dy/dx. ഇവിടെ ഒരു പ്ലസ് dy/dx ഇല്ലേ, അവൻ ഇങ്ങോട്ട് വന്നാൽ മൈനസ് dy/dx ആവൂലേ. മൈനസ് dy/dx ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ എന്തുണ്ട്, സീക്ക് സ്ക്വയർ എക്സ് ഉണ്ട്. ഇവിടെ y ഇൻറ്റു 1 അങ്ങോട്ട് പോയാൽ മൈനസ് വൈ ആവൂലേ, പ്ലസ് വൈ അങ്ങോട്ട് പോയാൽ മൈനസ് വൈ ആവും. അപ്പോൾ dy/dx ഇല്ല ടേമൊക്കെ ഒരു ഭാഗത്തും ഇല്ലാത്ത ടേമൊക്കെ വേറെ ഭാഗത്തും ആക്കി മാറ്റിയില്ലേ. സംശയം ഉണ്ടോ? ഇല്ല. നോക്കിയേ, ഈ 3 ടേമിൽ എന്ത് കോമൺ ആണ്, dy/dx കോമൺ അല്ലേ. അപ്പോൾ dy/dx ഇൻറ്റു ബാക്കി മക്കൾ പറ എക്സ് പ്ലസ് 2y മൈനസ് 1 ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൈ അല്ലേ. അപ്പോൾ വാട്ട് ഈസ് dy/dx, dy/dx ഈക്വൽ ടു പറ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് വൈ ഓൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2y മൈനസ് 1 ഈസ് ദ ആൻസർ. സിമ്പിൾ അല്ലേ. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ്, dy/dx കാണാൻ പറഞ്ഞിട്ട് വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അപ്പോൾ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് dy/dx ഉള്ള ടേമൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക, dy/dx ഇല്ലാത്തൊക്കെ വേറെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് dy/dx ഉള്ള ടേമിൽ നിന്ന് dy/dx കോമൺ എടുക്കുക, എന്നിട്ട് dy/dx ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സ് എന്താ, dy/dx അല്ലേ. അപ്പോൾ y വന്നാൽ ഒരു എക്സ്ട്രാ എന്തുണ്ടാവും, dy/dx ഉണ്ടാവും എന്ന് ആലോചിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം കേട്ടോ ഈ സെക്ഷനിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താ മക്കളെ പറ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം റാൻഡമായിട്ട് ഫൈൻഡ് dy/dx തന്നെയാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 1. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൻ്റെ എന്ത് കാണണം, നമുക്ക് dy/dx കാണണം. എങ്ങനെ കാണണം നിങ്ങൾ പറ.
സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇതെന്ത് മോഡലാണ്? എക്സ് സ്ക്വയർ മോഡലല്ലേ. ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ എന്താ മക്കളെ? 2x. എക്സിന് പകരം സൈൻ എക്സ് വന്നു, ആ മാറ്റമല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മോഡലാണ്. ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ 2x ആണ്. അപ്പോൾ 2 ഇൻറ്റു എന്താ മക്കളെ? സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് മക്കളെ. എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എക്സിന് പകരം സൈൻ എക്സ് വന്നു, അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഉണ്ടാവും. സംശയം ഉണ്ടോ? പ്ലസ് ഡിഫറൻഷിയേറ്റ് ഡെറിവേറ്റീവ് ഓഫ് കോസ് സ്ക്വയർ വൈ അല്ലേ, ഇത് എക്സ് സ്ക്വയർ മോഡൽ അല്ലേ. സെയിം പറഞ്ഞ പോലെ 2 ഇൻറ്റു കോസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്, നോക്കി എക്സിന് പകരം കോസ് വൈ വന്നു, അപ്പോൾ ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 അല്ലേ. ആർക്കും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, പറ. 2 സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ മക്കളെ? കോസ് എക്സ് അല്ലേ. പ്ലസ് 2 കോസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ എന്താ മക്കളെ? വൈ ആണ്, വൈ ആട്ടോ. അപ്പോൾ എക്സ്ട്രാ എന്തുണ്ടാവും? dy/dx ഉണ്ടാവൂലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ്, ഡെറിവേറ്റീവ് കോസ് എന്താ? മൈനസ് സൈൻ അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ വൈ ഇൻറ്റു dy/dx ഉണ്ടാകും. സംശയം ഉണ്ടോ? ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താ മക്കൾ പറ? 2 സൈൻ എക്സ് കോസ് എക്സ്, ഇവിടെ പ്ലസും മൈനസും മൾട്ടിപ്പിൾ ചെയ്ത മൈനസ് അല്ലേ വരിക, മൈനസ് 2 കോസ് വൈ സൈൻ വൈ dy/dx ഈക്വൽ ടു 0. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് പ്ലസ് ആവൂലേ. അപ്പോൾ എന്താ ബാക്കി ഉണ്ടാവും മക്കൾ? പറഞ്ഞേ, പറ. 2 സൈൻ എക്സ് കോസ് എക്സ്, 2 സൈൻ എക്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് അങ്ങോട്ട് പോയാൽ പ്ലസ് ആവും. ബാക്കി എന്താ ഉണ്ടാവുക? 2 സൈൻ വൈ കോസ് വൈ, 2 സൈൻ വൈ കോസ് വൈ dy/dx അല്ലേ. 2 സൈൻ എക്സ് കോസ് എക്സ് എന്താ? സൈൻ 2x അല്ലേ. അപ്പോൾ സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ വൈ കോസ് വൈ എന്താ? സൈൻ 2y ഇൻറ്റു dy/dx അല്ലേ. വാട്ട് ഈസ് dy/dx? dy/dx ഇസ് ഈക്വൽ ടു പറ സൈൻ 2x ഡിവൈഡ് ബൈ സൈൻ 2y. പെർഫെക്റ്റ്. ഓക്കെ.